കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 12 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, ഈ പ്രസംഗിക്കുന്നവരുടെ ഒരു കീറാമുട്ടി വിഷയമാണ് ത്രിത്വം എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മനസ്സിലായിട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ അവർക്കത് നഷ്ടപ്പെടും. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്. ഒരു ഡോക്ടർ, സർജനാണ്. അദ്ദേഹം ഇങ്ങനെ ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വായനാശീലമുള്ളത് കൊണ്ട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം വായിച്ചു വന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പം അതിൽ ഒരു പദപ്രയോഗം അദ്ദേഹം കണ്ടു, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. ശരിക്കും വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് കത്തോലിക്കാ സഭ ഈ പദം ഉപയോഗിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കൂദാശയുടെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലും നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും മീഞ്ഞും കളറോ ടേസ്റ്റോ മാറാതെ യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നു. അതിൻ്റെ സത്ത, സബ്സ്റ്റൻസ്, അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു. സത്താഭേദം എന്നും കത്തോലിക്കാ സഭ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഡോക്ടർ പറഞ്ഞത്, 2 വർഷക്കാലം ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിച്ചു, എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അത്രയും വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിട്ട് 2 വർഷം നോക്കിയിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ അണഞ്ഞ സമയം ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യം, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, സത്താഭേദം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബുദ്ധി കൊണ്ട് മനസ്സിലായിട്ടല്ല, വിശ്വാസത്തിൽ അത് പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അന്നു മുതൽ എനിക്ക് വിശുദ്ധ കുർബാന കുറച്ചുകൂടി അനുഭവമായി മാറി. അന്നു മുതൽ എനിക്ക് ഈ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന പദത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാകാനായിട്ട് തുടങ്ങി. എപ്പോഴാണ്? വിശ്വാസത്തിൽ അത് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിയും വിശ്വാസവും തമ്മിൽ ഒരു ടെൻഷൻ വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കണം. ഇനി ഇതുപോലെ ഒരു വിഷയമാണ് ത്രിത്വം. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഞാനത് അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ പലർക്കും അതിൻ്റെ അർത്ഥവും ആഴവും നഷ്ടപ്പെടും. പോപ്പ് ബെനഡിക്റ്റ് 16 അദ്ദേഹം നല്ല ബുദ്ധിശാലിയും അതുപോലെ തന്നെ തികഞ്ഞ വിശ്വാസിയുമായിരുന്നു. കത്തോലിക്കാ സഭയുടെ പല പഠനങ്ങളും അദ്ദേഹം വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹം ഈ ത്രിത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 ഇംഗ്ലീഷ് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അത് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, ഇറ്റ് കൺഫൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വേണേ ഇച്ചിരി ആശയക്കുഴപ്പമുണ്ടാക്കാം, അല്ലെങ്കിൽ ബുദ്ധിക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ബുദ്ധി കൊണ്ട് നമ്മൾ ത്രിത്വത്തെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചാൽ നടക്കാൻ പോകുന്നില്ല. ബുദ്ധിക്ക് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. മറ്റൊരു പദം കൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, അതാണ് ഇറ്റ് ഇല്യൂമിനേറ്റ്സ്. ബുദ്ധിയെ പ്രകാശിപ്പിക്കാവുന്നതാണ്. പക്ഷെ അതിനാദ്യം നമ്മൾ ഈ ബുദ്ധി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വിശ്വാസത്തിൽ നമ്മളിത് അംഗീകരിച്ച് കഴിയുമ്പോൾ ബുദ്ധിക്കൂടി അതിൻ്റെ പ്രകാശം ലഭിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. സിയന്നയിലെ വിശുദ്ധ ക്യാതറിൻ ഒരു പഠിപ്പുമില്ലാത്തൊരു വ്യക്തിയാണ്. സ്കൂള് കണ്ടിട്ടില്ലാത്ത വ്യക്തി, വിദ്യാവിഹീനയായ ഒരു വ്യക്തി. നമ്മൾ കാണുകയാണ്, ഇവർക്കൊരിക്കൽ ഒരു എക്സ്റ്റസി, ആത്മീയ നിർവൃതി ഉണ്ടായി. ആത്മീയ നിർവൃതിയിൽ ഇവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം ബുദ്ധി കൊണ്ട് പഠിച്ചിട്ട് പറഞ്ഞല്ലോ കേട്ടോ, ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ട് പറഞ്ഞതല്ല. അവർ പ്രാർത്ഥനയിൽ അവർക്ക് ലഭിച്ച ഒരു വെളിപ്പെടുത്തൽ, വിശ്വാസം കൊണ്ട് അവർ പഠിച്ച ഒരു കാര്യം, ദൈവത്തോട് ചേർന്ന് ജീവിച്ചപ്പോൾ അവർക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം ത്രിത്വത്തെക്കുറിച്ചായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ആത്മീയ നിർവൃതിയിൽ, ഓ ത്രിത്വമേ, അവിടുന്ന് ഒരാഴക്കടൽ പോലെയാണ്. ഈ കടലിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കൂടുതൽ കണ്ടെത്തുന്നു. കൂടുതൽ കണ്ടെത്തുമ്പോൾ അതിനേക്കാൾ ആഴത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് തോന്നുന്നു. ഇവരെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമല്ല, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവർ പഠിച്ചത്. നമുക്കറിയാമല്ലോ, നമ്മൾ എത്ര പുസ്തകം വായിച്ചാലും പ്രാർത്ഥനയിൽ കിട്ടുന്ന വെളിപ്പെടുത്തൽ അവിടെയൊന്നും കിട്ടത്തില്ല. എത്ര ധ്യാനം കൂടിയാലും എത്ര പേരുടെ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞാലും പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്ന വെളിപ്പെടുത്തൽ അവിടെ ഉണ്ടാവണമെന്നില്ല. ഇവർ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് അവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഈ ത്രിത്വത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ പഠിച്ച് അതിനേക്കാൾ ആഴപ്പെടാനുള്ള ആ ഒരു കൃപ, പ്രചോദനം അതെനിക്ക് ലഭിക്കുന്നു എന്ന് അവർ പറഞ്ഞത്. സാധാരണ പറയാറുണ്ട്, ധ്യാനമൊക്കെ അതിൻ്റെ തീരാറാകുമ്പം നിങ്ങളിനി ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥന അത് മുടക്കരുത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾക്ക് തുടരാൻ പറ്റും. ചിലരങ്ങനെ 10 മിനിറ്റ് തുടങ്ങിയതാണ് 1 മണിക്കൂറും അതിനേക്കാൾ കൂടുതലുമൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. കാരണം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്. പ്രാർത്ഥിക്കുന്നവർക്കറിയാം, പ്രാർത്ഥിക്കുന്നവരായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ കിട്ടാവുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവർക്കിപ്പം വേറെ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. ആരും അവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ, പ്രാർത്ഥിക്കാനുള്ള സമയമായില്ലേ, അവരെ അതിനായിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ അവർ പ്രാർത്ഥിക്കും. കാരണം ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത് എന്താണെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ മനസ്സിലാക്കിയതുകൊണ്ട്. നമുക്ക് വേണമെങ്കിൽ ബുദ്ധിമാന്മാരായിട്ട് ജീവിക്കാം, ബുദ്ധിമതികളായിട്ട് ജീവിക്കാം. വേണമെങ്കിൽ നമുക്ക് വിശ്വാസം ജീവിക്കുന്നവരായിട്ട് മാറാം. അങ്ങനെയുള്ളവർക്ക് ദൈവികമായ വെളിപ്പെടുത്തലുകൾ ദൈവം നൽകുന്നത് കാണാൻ പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകം അതിൻ്റെ 34-ാമത്തെ അധ്യായം എടുത്താൽ 9ഉം 10ഉം വചനങ്ങളിൽ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭൗതികമായ അറിവ് നമുക്ക് വേണമെങ്കിൽ സമ്പാദിക്കാം. ഒരു ഡോക്ടറേറ്റ് പോരാഞ്ഞിട്ട് ഡബിൾ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തവരുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് പഠിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, വെറും MBBS കഴിഞ്ഞാൽ അവിടെ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ MD എടുക്കുമ്പോൾ അവർ പഠിക്കും. അങ്ങനെ നമുക്ക് ബൗദ്ധികമായിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അനുഭവജ്ഞാനം അവർക്കുണ്ടാകണമെന്നില്ല. അനുഭവജ്ഞാനമുള്ള വ്യക്തി സംസാരിക്കുന്നത് പോലെ അവർ സംസാരിച്ചെന്ന് വരത്തില്ല. അനുഭവജ്ഞാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലാത്തവർക്ക് അറിവ് കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീ പറഞ്ഞ പോലെ ഒരു ഡോക്ടറേറ്റും എടുത്തിട്ടില്ലേലും
അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവരെയൊന്നും ആർക്കും തർക്കിച്ച് പരാജയപ്പെടുത്താനായിട്ട് സാധിക്കത്തുമില്ല. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം ഈ ഒരു കാര്യം അത് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡിൽ നമ്മൾ കാണുന്നത് സ്തേഫാനോസ്. അവൻ ഏത് ഡോക്ടറേറ്റാണ് എടുത്തത്? ഒരു ഡോക്ടറേറ്റും ഇല്ലായിരുന്നു സ്തേഫാനോസ്. പക്ഷെ നമ്മൾ കാണുകയാണ് അവന് ഉണ്ടായ ഒന്നാണ് ദൈവിക ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം. മറുവശത്ത് നമ്മൾ കാണുകയാണ് ഡോക്ടറേറ്റൊക്കെ എടുത്ത പല ആൾക്കാരുണ്ടായിരുന്നു. അവർ ബുദ്ധിയുടെ തലത്തിൽ ഒരുപാട് അറിവുള്ളവർ, അങ്ങനെ അറിവ് സമ്പാദിച്ച വ്യക്തികൾ, ബൗദ്ധികമായിട്ടുള്ള അറിവ്, അവരെ ബൗദ്ധികമായ അറിവ് വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ സ്തേഫാനോസിനോട് ചോദിച്ചു. അതിനെല്ലാം മണിമണിയായിട്ട് അങ്ങോട്ട് ഉത്തരം പറഞ്ഞു. എന്തായിരുന്നു? ഡോക്ടറേറ്റ് ആയിരുന്നോ? അല്ല. അവന് കിട്ടിയിരുന്നത് അനുഭവജ്ഞാനം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം. അത് വെച്ച് അവന് മറുപടി കൊടുക്കാൻ പറ്റി. അവരെ അതിശയിപ്പിച്ചു. തിരിച്ച് സ്തേഫാനോസ് അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ അവിടെ ഉണ്ടായിരിക്കുകയായിരുന്നു. അവർക്കതിന് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എനിക്ക് വേണ്ട പോലെ വിദ്യാഭ്യാസം സ്വീകരിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞു നിരോളിച്ചിരിക്കുകയാണോ ചെയ്യേണ്ടത്? വിദ്യാവിഹീനരായ എത്രയോ പേരെ സഭയിലും നമ്മൾ കാണുന്നുണ്ട്. സഭാ പണ്ഡിതർ, അവർ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇരുന്ന് പഠിച്ചു കിട്ടിയ അറിവൊന്നുമല്ല, അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായത്. അതുകൊണ്ട് സ്ത്രീത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനാണേലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക, ദൈവിക ജ്ഞാനം സമ്പാദിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് സുഭാഷിതങ്ങൾ 4-ാം അധ്യായം 7-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം. എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. ഇതേ വാക്കാണ് നിങ്ങളവിടെ വായിക്കുമ്പോൾ കാണാൻ പോകുന്നത്. ജ്ഞാനസമ്പാദനമാണ് സർവപ്രധാനം. നീ ആ സമ്പാദനത്തിന് വേണ്ടി എന്തും ത്യജിച്ചു. അത് നഷ്ടമല്ല എന്നുള്ളത് കർത്താവിൻ്റെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഇതിന് പുല്ലുവില കൽപ്പിച്ചു. ഇവിടെ ഈ ഭൂമിയിൽ കുറേ സമ്പാദിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് കിട്ടണം, എനിക്ക് നല്ല മോടിയായി വസ്ത്രം ധരിക്കണം, എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ സമ്പത്തുള്ള കഴിവുള്ള വ്യക്തിയാകണം. ഇതെല്ലാം ചിന്തിച്ച് എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്നും സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മത്തായി 16:26 വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീത്വത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അത് വചന വെളിച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. പഠിച്ചവരായിട്ട് നമ്മൾ മാറണം. സ്ത്രീത്വത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 3 ആളുകളടങ്ങുന്ന ഒരു ദൈവം. ഈ 3 പറഞ്ഞാലുണ്ടല്ലോ പൂർണ്ണതയുടെ ഒരു നമ്പരാണ് 3. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണത, ദൈവത്തിൻ്റെ പൂർണ്ണത. മാത്രമല്ല, നാം ക്രിസ്ത്യാനികളാണെങ്കിൽ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് പൂർണ്ണതയിലേക്കാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്പസ്വല്പം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിശ്വാസം കംപ്ലീറ്റ് വിട്ടിട്ടില്ല കേട്ടോ. എൻ്റെ അയലോകത്ത് അവർ നിരീശ്വരവാദികളുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭേദമാണ്. വേണേ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം ന്യായീകരിക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വചനം നമ്മെ ക്ഷണിക്കുന്ന എന്തിലേക്കാണ്? സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നമുക്ക് ഇതൊക്കെ മതിയെന്നേ, ഇത്രയൊക്കെ മതിയെന്നേ അങ്ങനെ പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. പൂർണ്ണത, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം സ്ത്രീത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ത്രീത്വത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് സ്നേഹം, ഐക്യം.
ക്രിസ്ത്യാനികളിൽ, ക്രിസ്തീയ കുടുംബങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട രണ്ട് കാര്യങ്ങളായിട്ട് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്ന കാര്യമാണ് സ്നേഹം, ഐക്യം. നമ്മൾ ഇന്നത്തെ വായനകളിൽ കേട്ടതെന്താ? പിതാവ് ആഗ്രഹിക്കാത്തതൊന്നും പുത്രൻ ആഗ്രഹിക്കത്തില്ല, പിതാവിൽ നിന്ന് കിട്ടാത്തതൊന്നും പുത്രൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ഐക്യം, അത് നമുക്ക് കാണാൻ സാധിക്കും ത്രിത്വത്തിൽ. പല കുടുംബങ്ങളിലും സാത്താൻ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? അവിടെ 5 പേരുണ്ടെങ്കിൽ 3 ഗ്രൂപ്പാണ്. പിന്നെ എങ്ങനെ അവിടെ സാത്താന് സ്ഥാനം കിട്ടാണ്ടിരിക്കും? ഒന്നിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നൊന്ന് ആലോചിക്കാനോ അതിന് താല്പര്യമില്ലാത്തവരും അതിന് മനസ്സ് കാണിക്കാത്തവരും ഉണ്ട്. അങ്ങനെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങൾ ഡിവൈഡഡാണ്. അവർ ഭിന്നിക്കുകയാണെങ്കിൽ അവരെ ഭരിക്കുന്നത് ദൈവമൊന്നുമല്ല, സാത്താനാണ്. അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ ഒന്ന് കണ്ടെയ്ൻ ചെയ്ത് അവരെ കൂടെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അങ്ങനെ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ ത്രിത്വവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്നേഹത്തിൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹിക്കുന്ന പിതാവ്, ഇത് എത്ര വചനങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. പിതാവ് എങ്ങനെയാണ് സ്നേഹിച്ച്? തൻ്റെ ഏകജാതനെ പോലും നൽകുവാൻ തിരുവുള്ളമായി അത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി, സ്നേഹിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. പിതാവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൽ എപ്പോഴും വസിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ ഉയർന്നു വന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്, സ്നേഹം. പിതാവിൻ്റെയും പുത്രൻ്റെ ഇടയിലുണ്ടായിരുന്ന സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിതാവിൻ്റെ സ്നേഹം, അതായത് പരിശുദ്ധാത്മാവ്. ഈ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ലോകത്തെ സ്നേഹിക്കാതെ പിതാവിനെ സ്നേഹിക്കണം. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകും, കുടുംബത്തിൽ സ്നേഹമുണ്ടാകും. സ്നേഹമില്ലെങ്കിൽ, സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു ക്രിസ്ത്യാനിയുടെ പേര്? അതുകൊണ്ട് ഒരു ഫലവും ഇല്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുക, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയാത്തവനാണ്. ദൈവത്തെ അറിയാത്തവരെങ്ങനെ ക്രിസ്ത്യാനിയാവും? സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13:35 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഈ സ്നേഹം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിനൊരു ഓർഡർ കർത്താവ് വെച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമതായിട്ട് ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയെ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ടാണ് മാതാപിതാക്കൾ. കല്യാണം വരെ നമ്മൾ തീർച്ചയായിട്ടും ദൈവം കഴിഞ്ഞാൽ മാതാപിതാക്കൾ, പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ജീവിത പങ്കാളി. ഈ ഓർഡറൊന്നും പാലിക്കാതെ ഉണ്ട്. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കും, എനിക്ക് ഉപകാരികളായിട്ടുള്ളവരെ ഞാൻ സ്നേഹിക്കും. എനിക്കെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അവരെ ഞാൻ നോക്കത്ത് പോലുമില്ല, മിണ്ടത്ത് പോലുമില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ജീവിക്കുന്നവരെങ്ങനെ ക്രിസ്ത്യാനികളാവും? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സ്നേഹം, ഐക്യം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.